ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുറേ നാളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. പൊണ്ണുതേ ഞാൻ വരുമ്പോഴേക്കും വാതിലൊക്കെ അടച്ച് എന്നെ പുറത്താക്കണു. പൊണ്ണാപ്പി ദേ ഉറങ്ങി എണീച്ചത് പിങ്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാട്ടോ. അപ്പം ഞാൻ കുറേ നാളായി നമ്മുടെ ഹോം ടൂർ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നാളായിട്ടോ. അപ്പം ഇന്നാണ് ഞാൻ വിചാരിച്ചു കാട്ടിത്തരാന്ന് കേട്ടോ. അമ്മ അങ്ങ് വന്നേ. അപ്പോൾ അതേ ഞാൻ മുന്നേ വീഡിയോ എടുത്തപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിറച്ച് 10 മണികൾ രണ്ടു ഭാഗത്തും ദേ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ വീഡിയോയിൽ എത്ര നിങ്ങൾക്ക് നേരിട്ട് കാണുന്ന അത്രയും ഭംഗിയിൽ വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. ബട്ട് അടിപൊളിയാട്ടോ കാണാൻ. അപ്പം ഇത് ഉറങ്ങി എണീച്ചോളാട്ടോ. അപ്പം അച്ചാച്ചൻ നനയ്ക്കണതും തോന്നും എന്തിനാ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാട്ടോ. പൊണ്ണുമ്പാ. അപ്പം ഇതാട്ടോ നിറച്ച് ഇവിടെ തൊട്ടിട്ട് അവിടെ വരെ ഫുള്ള് 10 മണികളാട്ടോ. അങ്ങനെ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പുറത്തും വെച്ചുണ്ട് കേട്ടോ. പല കളേഴ്സിലുള്ളതാണ്. ഓറഞ്ച് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വീട്. അപ്പോൾ നമ്മളെ വീട്ടിലിത് ചെടികളൊക്കെ ഇതല്ല ഒരു ചെടി പോലും ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോഴേ ഞാൻ പറയാണ്, ഞാൻ ഒരു ക്രെഡിറ്റ് ഞാൻ തള്ളണില്ല. ഒരു നേരം വെള്ളം പോലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇവര് തന്നെയാണ്. പിന്നെയും പൊണ്ണു ഒഴിച്ചു കൊടുക്കാറുണ്ട്. പൊണ്ണു എവിടെ അതറിയാ. പൊണ്ണും സഹായിക്കാറുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോ കുട്ടി ബക്കറ്റും ഒക്കെ അല്ലെങ്കിൽ കപ്പ് എടുത്തിട്ട് പൊണ്ണൂന് ഇതിലൊരു പങ്കുണ്ട് പറയാം. അവനിങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അപ്പുറത്തേക്കും ഉണ്ട് കേട്ടോ കുറച്ച് ചെടികളൊക്കെ അമ്മയുടെ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പോകുന്നില്ല. പിന്നെ ഇതൊക്കെ അമ്മയുടെ റെഡ് വെൽവെറ്റ് റെഡ് ലിപ്സ്റ്റിക് അല്ലേ എൻ്റെ പേര്? റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ റെഡ് വെൽവെറ്റ് ഒന്നുമില്ല. പിന്നെ മണി പ്ലാന്റ്സും ഇതൊക്കെ. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റ് ആട്ടോ. ഇതിൻ്റെ ഒരു യെല്ലോ കളറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പോയി തോന്നുന്നു. അമ്മ കുറേ ഒരു സ്നേക്ക് പ്ലാന്റ് അഡിക്ഷൻ ആയിരുന്നു അമ്മയ്ക്ക്. കുറേ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വെള്ളം ഒഴിക്കണ വേറൊരു കുട്ടി. പിന്നെ ഇയാളെ അച്ഛൻ്റെ മാങ്ങയൊക്കെ കഴിച്ച് ചുള്ളനായിട്ടിരിക്കുന്നു കേട്ടോ. എൻജോയ് ചെയ്തിട്ട്. പൊണ്ണു എവിടേക്കാ? ഇങ്ങ് വാ പൊണ്ണുങ്ങ് വാ. ദേച്ചാച്ചൻ പുറത്തുകൊണ്ടു എന്ന് പറഞ്ഞാൽ പൊണ്ണു എവിടെ നിന്നാണെങ്കിലും ഓടി പാഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ കൊണ്ടുപോകും. റെഡി ആയിക്കോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ചക്ക. എനിക്ക് ഇത്രയും നാളായിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല 2 പ്ലാവ് ഉണ്ടെന്ന് കേട്ടോ. 2 പ്ലാവിലും 2 പ്ലാവിലും 2 വെറൈറ്റി ചക്കകളാട്ടോ. അതായത് എനിക്കത് ഇത്രയും നാളായിട്ട് അറിയണമെന്നില്ല. കാരണം ഒരു ചക്ക മുറിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ അതിൽ താമര ചക്ക ചുമന്ന എനിക്ക് തന്നേന്തൊരു തന്നെയാണ്. ചുമന്ന ചോളയുള്ള ചക്ക കൊഴുക്കട്ടയുടെ തന്നെയാണ് കണ്ടത്. പുതിയാണ്. അപ്പൊ ചുമന്ന ചോളുള്ളത് ഇനി മുറിക്കുമ്പോ പഴുക്കാൻ വെച്ചോളട്ടോ. അത് ഇനി മുറിക്കുമ്പോ അത് കാട്ടി തരാം കേട്ടോ. കാരണം ഞാൻ മീൻസ് മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടില് ഇടിയൻ ചക്ക ഇടാനുള്ള ടൈപ്പ് അത് കൂടുതൽ ഞങ്ങൾ ഇടിയൻ ചക്ക ആയിട്ട് ഇടാറ്. പഴുപ്പിച്ചിട്ടൊന്നുമില്ല. മറ്റേത് ഇത്തിരി പഴുക്കാൻ കിട്ടിയപ്പോ നോക്കിയപ്പോ നല്ല അടിപൊളി ഇത് കേട്ടോ. അമ്മയും പെണ്ണും നടക്കാൻ പോവാണ്. ഇത് അവന് കൊടുത്തോ. പെണ്ണാപ്പി അമ്മേനെ കൊണ്ടുപോട്ടോ. അപ്പൊ ഇത് അമ്മയും പെണ്ണാപ്പി നടക്കാൻ പോട്ടോ. അപ്പൊ എനിക്ക് അപ്പം അച്ഛൻ കരിക്ക് വെട്ടി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമുള്ളതുകൊണ്ട് കുറച്ച് നമുക്ക് കരിക്ക് വെട്ടി തരും കേട്ടോ. അപ്പം ഇതാട്ടോ നമ്മുടെ ഗൃഹനാഥൻ. അപ്പൊ നമ്മള് ഇപ്പൊ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ പറയാറുണ്ട് വീഡിയോ എടുക്കാണ്ട് എനിക്ക് മടിയാവാറുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എന്താ പറയാ ഫ്രീ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാട്ടോ നമ്മളുടെ ഹോൾ ഏരിയ. ഇവിടെ വിറ്റെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി വീടുകളിൽ ഈ ഹോളും പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും പാർട്ടീഷൻ ചെയ്തിട്ടാണ്. ഇവിടെ ഒരു ഒറ്റ ഇതിലൊരു വലിയ ഹോളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ
ഇതാണ് നമ്മളുടെ ഹാള് കേട്ടോ. അപ്പോൾ ഈ ഹാളിൽ ഈ പെയിൻറ്റിങ്സ് ഒക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഓരോന്ന് കാട്ടിത്തരാം. ഇത് ഭയങ്കരമായിട്ട് ലോങ് ആക്കണില്ല, എന്നാലും ഞാൻ കാട്ടിത്തരാം. ഈ അട മേടിച്ചുകൊണ്ടുണ്ട് കേട്ടോ. നല്ല ചില സമയത്തൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ശരിക്കും ഈ അടയിലേക്ക് ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം ചക്കട കേട്ടോ. ഭയങ്കര ഫേവറേറ്റാണ്. അച്ഛൻ ചില സമയത്ത് ഒന്നില്ലെങ്കിൽ ഉണ്ടാക്കാറുണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ കടയിൽ നിന്നാണെങ്കിലും ചക്കടയൊക്കെ മേടിച്ച് തരാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. കണ്ടോ, ഇതാണെങ്കിൽ പഴമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ഒരു അടയാണ്. ചുട്ടെടുത്തതല്ല, പുഴുങ്ങിയെടുത്തിട്ടുള്ളതാട്ടോ, ആവി കയറ്റിയിട്ട്. നല്ല അട കേട്ടോ. പിന്നെ ഇവിടെ 2 റൂമുകളാട്ടോ. നമ്മുടെ ഇവിടേക്കല്ലല്ലോ. അപ്പോൾ ഇവിടെ 2 റൂമാണ്. നമ്മുടെ വലിയ റൂം കേട്ടോ, മാസ്റ്റർ ബെഡ്റൂം എന്ന് അറിയില്ലേ. ഇവിടെ നമ്മുടെ പൊണ്ണുപാപ്പിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുള്ള് അലങ്കോലൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുട്ടി റൂമുണ്ട്. പിന്നെ ഇവിടെ വേറൊരു റൂം കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഹോസ്പിറ്റൽ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എപ്പോഴാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണാട്ടോ. കിച്ചണിൽ ഇവിടെയായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ കിച്ചൺ, ഇവിടെയായിരുന്നു. പിന്നെ അത് മാങ്ങ ഉപ്പിലിട്ടതും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ജസ്റ്റ് ഇതാണ് നമ്മളുടെ മെയിൻ കിച്ചൺ. ഇതാട്ടോ, ഇവിടെയാണ് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യലും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു അങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് കേട്ടോ, അങ്ങനെ കാട്ടുന്നില്ല, എനിക്ക് മടിയോണ്ട് കൂട്ടുമ്പോൾ. അപ്പോൾ ഇത് ബാക്ക് സൈഡ്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്കൊന്ന് നല്ല അവിയൽ കറി ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് അവിടെ. ചിലർക്കൊക്കെ അവിയൽ എന്ന് പറഞ്ഞാൽ കറി നേരം തയ്യാറായിട്ടുണ്ട്. നമ്മുടെ പയറുപ്പേരി, പിന്നെ അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. പിന്നെ അമ്മ മാങ്ങ വരട്ടിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ മാങ്ങ വരട്ടേന്ന് തന്നെ. ഇത് കഴിയാറായിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ. എന്നിട്ടാ മാന്തള്. ഇത് ആകെ ഒന്ന് കുറച്ചുള്ളൂ. മാന്തളും ഉള്ളി മുരിച്ചതും ഉള്ളത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് സംഭവമാണ്. അപ്പം ഇതാണ് നമ്മുടെ കിച്ചണും സംഭവം, നമ്മുടെ ഫ്രിഡ്ജ് ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മൾക്ക് വാഷ് ബേസിനും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ പെയിൻറ്റിങ്സ്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാട്ടി തന്നിട്ടുണ്ട്. ഇതായിട്ട് എൻ്റെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പൊണ്ണൂനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ. അപ്പം അതേ കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കരിക്ക് വെട്ടി തരാൻ പോവാട്ടോ. മുന്നേ മേടിക്കണ കരിക്കിലാണെങ്കിൽ വെള്ളം തീരെ കുറവാണ്. പക്ഷെ ഇതിലാണെങ്കിൽ അത്യാവശ്യം ഒരു ഗ്ലാസ് ഒക്കെ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. ഓൾറെഡി കുടിച്ചതിൻ്റെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കരിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ കരിക്കുന്നുള്ളിൽ ഇളം കാമ്പെന്ന് പറയില്ലേ, അതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഞാൻ എപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിലും ഞാൻ പറയും ഇളം കാമ്പുള്ളത് മതി കേട്ടോ എന്ന് പറയും. ഇനി ഇത് രണ്ട് കുട്ടി ഓറഞ്ച്, ഈ ഭാഗം ചെയ്യുന്ന തുടങ്ങി. കുട്ടി ഓറഞ്ച്, പാരക്ക റെഡ് കളറ്. ഇത് നമ്മുടെ ഇളയമ്മയുടെ എടുത്തിട്ടുണ്ടായിരുന്നു. പേര് കിട്ടണില്ല. എന്താ ചാമ്പയ്ക്ക, കുട്ടി ചാമ്പയ്ക്ക കേട്ടോ. അപ്പൊ അതേ പകുതി മുക്കാലും പുറത്തേക്ക് പോട്ടോ. ശരിക്കും ഇതിനെക്കാളും കൂടുതലുണ്ട് കേട്ടോ. ഒത്തിരി അച്ഛൻ വെട്ടിയപ്പോ മെരിക്ക് വെട്ടാണ്ട് പുറത്തു പോയതാണ്. നമുക്ക് കുടിക്കാൻ ഫ്രഷ് ആയിട്ട് കേട്ടോ. നല്ല മധുരമുള്ളതാട്ടോ. ചില സ്ഥലത്തെ കരിക്കൊന്നും തീരെ മധുരമില്ലാത്താട്ടോ. നല്ല വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിനി മേലോട്ട് പോട്ടോ. അപ്പൊ ഇത് പെയിന്റിങ്സും ഇതൊക്കെ കേട്ടോ. ഇത് മാത്രല്ല, കൊറേ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു.
കുറച്ചൊക്കെ ഞാൻ ദുബായിക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുത്ത റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഏട്ടന് വേണ്ടിയിട്ട് ബുദ്ധനും ശിവഭഗവാനും അങ്ങനൊക്കെ ഉള്ളത്. പിന്നെ വിളക്ക് വയ്ക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ 6 മണി ആവണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ബാക്ക് സൈഡിലാണെങ്കിൽ അമ്പലം കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നമുക്കിങ്ങനെ അമ്പലത്തിൽ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. പിന്നെ ഇതൊരു വേറൊരു റൂമാട്ടോ. ഇവിടെ എൻ്റെ ചക്ക പോലത്തെ ടെഡിയും കാര്യങ്ങളും, പിന്നെ പൊണ്ണുവാപ്പി ഇടയ്ക്ക് വന്നിട്ട് ഇത് അലങ്കോലമൊക്കെ ആക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ ഒരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഷോക്കേസിൽ നമ്മുടെ ഫാമിലി പിക്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പൊണ്ണുബാബി വന്നു തോന്നുന്നു നമ്മൾ നടക്കാൻ പോയിട്ട് ഇവിടെ. അപ്പൊ ദേ നമ്മുടെ പൊണ്ണാപ്പി ഇത് എവിടെ നിന്ന് നടന്നിരുന്നത് ഇത് പയ്യെ പയ്യെ നടന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. മതി അവ ഓടണ്. അപ്പൊ ഇതാട്ടോ ഇനിയിപ്പോ എട്ടുബാബിയും ഞാനും വാക്കുട്ടിയും പൊണ്ണാപ്പിയും. അയ്യോ അല്ല എന്നാ നോക്ക്, ഞാൻ ഭയങ്കര തടിച്ചിട്ടായിരുന്നു കേട്ടോ. അവിടെ കുഞ്ഞി പൊണ്ണാപ്പിയുടെ കാലൊക്കെ കണ്ട പൊണ്ണാപ്പിയൊക്കെ ആയിട്ടുള്ള ഫോട്ടോ കേട്ടോ. പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പെൻഡുലാട്ടോ. പെൻഡുലൊക്കെ അയച്ചു വെച്ചേക്കാൻ തോന്നുന്നു. അത് മേരി ചില സമയത്ത് മേരിക്ക് സൗണ്ട് ഉണ്ടാവില്ല. ഇതേ നമ്മുടെ വേറൊരു റൂമാട്ടോ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് കളിക്കണ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട്. 1ൽ പഠിക്കുമ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞതാട്ടോ, കൃഷ്ണനായിട്ടും പിന്നെ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ അതൊരു വാഷ്റൂം ഉണ്ട് കേട്ടോ. വാഷ്റൂമിൻ്റെ പിക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഹോം ടൂർ. പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു റൂം പോലെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ, ഡ്രസ്സൊക്കെ ഉണക്കാനും അതിനും ഇതിനൊക്കെ. പിന്നെ ഇവിടെ പുറമെ ഞങ്ങളൊരു കട്ടിൽ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെറുതെ നമുക്ക് ഇവിടെ ഇരിക്കാൻ ഇവിടെ ഞങ്ങൾ ഓപ്പണായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ എയർ പോലെ നമുക്കിവിടെ റെസ്റ്റ് എടുക്കാനും വേണമെങ്കിൽ, നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇവിടെ ഫുള്ള് ക്ലോസ്ഡ് ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് രാത്രി നല്ല തണുവാ കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ഏരിയ ചെയ്തുകൊണ്ട് നിറച്ച് വാഴകളും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ. ഇവിടെ അമ്മയുടെ വേറൊരു ലോകം തന്നെയുണ്ട്. ഇവിടെ അമ്മ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെയാണ് രാവിലെ എടുക്കണം. ഇപ്പം എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഫുള്ള് 10 മണികളാട്ടോ. ഫുള്ള് അത് രാവിലെ 10 മണിയാവുന്ന സമയത്ത് മീൻസ് കാണുമ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറയാൻ. എൻ്റെ അമ്മ ഫുള്ള് റെഡ് കളർ ഇങ്ങനെ ഇതായിട്ട് സൂപ്പറാട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് ഞാൻ വരണത് ഇവിടേക്കാട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും. കുളിക്കാൻ പോകുമ്പോഴാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഇങ്ങനെ പുറത്തത്തെ ലൈറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ സ്കിന്നിനെ ഞാൻ നോക്കും. ഞാനിങ്ങനെ നോക്കും എന്താണ് പ്രശ്നം, പോർസ് എവിടെയാണ്, പാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, പാട് കുറഞ്ഞു, അതെന്തായി ഇതെന്തായി എന്നൊക്കെ നോക്കല്. പിന്നെ തലയിൽ ഹെയർ എങ്ങനെയുണ്ട്, അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ഇവിടെ പഠിച്ച്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ 4ലോ എപ്പോഴോ ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് പെയിൻ്റ് കേട്ടോ. ഇപ്പോഴും അത് നാശമായിട്ടില്ല. ഫ്രെയിം ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അകത്തല്ല പുറത്താ വെച്ചാണെന്ന് അത്ര കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയാട്ടോ നമ്മുടെ കുട്ടി ഹോം ടൂർ വീഡിയോ. അപ്പോൾ നിങ്ങൾ ശരിക്കുണ്ടാവും ഇത്രയും വന്നതിന് എന്തിട്ടാണ് ഇത്ര എക്സ്പ്രഷൻ ഉണ്ടെന്ന്. വയ്യ, ഇപ്പോൾ കണ്ടില്ലേ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം വയ്യ തീരെ. അതാണ് കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയിട്ട് ആകെ ക്ഷീണം കേട്ടോ. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ചാൽ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എണീച്ചു പോരും. അമ്മ പൊണ്ണുണ്ടോ? എന്താന്ന്? അപ്പം നമ്മുടെ പൊണ്ണാപ്പി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാനും അതിൻ്റെ കൂടെ പോവാട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്കിത് ഈ മറുക് പോലെ ഇഷ്ടമായി തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇതൊരു മറുക് പോലെ എനിക്കിഷ്ടമായി എന്താ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹോം ടൂറ്. ഒരു കുട്ടി വീഡിയോ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പിന്നെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും തല തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. ഭയങ്കരമായിട്ട് എന്താ പറയുക ബ്ലാങ്ക് ആയി പോവാറുണ്ട്. എന്താ സംസാരിക്കണേന്നോ ചില സമയത്ത് നാവ് കുഴഞ്ഞു പോകാറുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്. മുന്നത്തെ പ്രഗ്നൻസിയിൽ ഇത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നില്ല. ബട്ട് ഇത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് എനിക്ക് അറിയുള്ളൂ. അത്രയും അങ്ങനെ എല്ലാം നമുക്ക് ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ കീപ്പ് ഓൺ മൂവിങ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.